ഹലോ ഗൈസ്, കുറേ നാളെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട്. ഞാനിപ്പോൾ ചെങ്ങന്നൂർ എന്ന സ്ഥലത്താണ്, കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ. അപ്പം ഞാനിവിടെ അപ്പനിവിടെ ഒരു പുതിയ ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിൽ ഒരു ദിവസം തങ്ങാൻ വന്നതാണ്. ഞാൻ വീഡിയോ റിവേഴ്സ് ചെയ്യാം. ഹോം ടൂറാണ് ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം. അതുപോലെ ഇവിടെ നല്ല വ്യൂ, പമ്പയാർ തീരത്തെ വ്യൂ. ഞാൻ വീഡിയോ റിവേഴ്സ് ചെയ്യാം, നമുക്ക് കാണാം. ഇന്നാണ് ഈ ചാനലിൽ വൃത്തിക്കൊരു ലൈറ്റിംഗ് ഉള്ളൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻട്രൻസിൽ നിന്ന് വരാം. ഇത് എൻട്രൻസിൻ്റെ മുകളിൽ കുറച്ച് തടിപ്പണിയുണ്ട്. ഇവിടെ ഒരു ടേബിൾ, ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു വിളക്കൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റിങ് അടിപൊളിയാണ് കേട്ടോ. വെച്ചാൽ നല്ല കലാബോധം. ഇവിടുന്ന് കയറി വരുന്ന ഉടനെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ഒരു ഡൈനിങ് ടേബിള്, ഇവിടെ ഒരു കിച്ചൺ വർക്ക് ഉണ്ട്, വാഷ് ബേസ്. ഒരു സ്പേസ് കണ്ടോ, ഇതപ്പൻ്റെ ഐഡിയ. അത് കിച്ചണിൽ ആഹാരം ഉണ്ടാക്കിയിട്ട് ഈ വിൻഡോയ്ക്കകത്തൂടെ വെളിയിലോട്ട് തരാൻ പറ്റും. ഇവിടെ നേരെ ഫുഡ് എടുക്കുക, ഇവിടെ വെക്കുക, കഴിക്കുക. ഇവിടെ ഹിന്ദു പത്രം, മലയാള മനോരമ എല്ലാം വരുത്തും. പക്ഷെ ഇവിടെ ആരും ഒന്നും വായിക്കത്തില്ല. ഇത് ചുമ്മാ ഇങ്ങനെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. എൻട്രൻസിൽ നിന്ന് നേരെ വന്ന് അത് നമ്മൾ കഴിച്ച ഡൈനിങ് ടേബിൾ. ഇത് മെയിൻ ഹാൾ. ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ച ടേബിളാണ്. ഒരു വർക്കിംഗ് ടേബിളാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് നേരെ വന്ന് ഇതാണ് ടി വി റൂം. ഇതൊരു ചെറിയ പൂജാ സെറ്റപ്പ്. ഇവിടെ നിന്ന് ടി വി കാണാം. അടിപൊളി ടി വി അല്ലേ. എനിക്ക് ഈ ഒരു സെറ്റപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് നേരെ വന്ന വേറൊരു ബാൽക്കണി. ഫ്ലാറ്റിന് മൊത്തം ഒരു 3 ബാൽക്കണി ഉണ്ട്. വേണ്ട, നല്ല വ്യൂ അല്ലേ. ഇത് പമ്പയാർ. താഴെ ഒരു സ്വിമ്മിങ് പൂളുണ്ട്. ഈയിടെ ക്ലീൻ ആക്കിയേ ഉള്ളൂ. നല്ല പൂളാന്ന് തോന്നുന്നു. ഞാൻ തിരിച്ചു കയറി. ഇനി ഞാൻ കിച്ചൺ കാണിക്കാം. അപ്പോൾ അത് എൻട്രൻസ്. അവിടെ നേരെ വന്ന് ഇത് കിച്ചണിൽ തന്നെ വാഷിംഗ് മെഷീനും വെച്ചേക്കുന്നത്. ഇതാണ് കിച്ചൺ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. വലിയ വലിപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ കിച്ചൺ വർക്കൊക്കെ അടിപൊളിയാണ്. ഇത് നമ്മുടെ വിൻഡോ. പിന്നെ ഇത് ഒരു ബെഡ്റൂം. വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇതൊരു കബേർഡ്. ഈ ഫ്ലാറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല സ്പേഷ്യസാണ്. ഇതൊരു ബാത്റൂം. ഇതുപോലെ ഒരു 2 ബെഡ്റൂം കൂടെ ഉണ്ട്. ഞാൻ നടന്ന് വന്ന് ഇതൊരു ചുമ്മാ ഒരു സ്പേസ്. ഇവിടെ കുറച്ച് തുണി ഉണക്കാനൊക്കെ ഇട്ടേക്കുക. ഇതൊന്ന് കയറി വന്നു. ഇതൊരു ബെഡ്റൂം. ഇവിടെ ഒരു കബേർഡ് ഉണ്ട്. അല്ല, വെറൈറ്റി ലൈറ്റിംഗ് അല്ലേ. എനിക്ക് ഫിക്സ്ചർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ബാത്റൂം. ലൈറ്റ് പോയോ? കൊള്ളാം അല്ലേ.
പിന്നെ ഈ കബേർഡിനൊക്കെ അത് പ്രത്യേകത എന്ന് വെച്ചാൽ അല്ല അച്ഛൻ്റെ ഐഡിയ എന്ന് തോന്നുന്നു. കബേർഡിലൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ഹോം റിവ്യൂ നടത്തിയുള്ള എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെയും ഇതും മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്, ബെഡ്. ഈ ബെഡിൽ ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഈയിടെ താമസം തുടങ്ങിയുള്ളൂ, അതുകൊണ്ട് ഇത് ആൾക്കാരെ പറ്റിക്കാൻ വെച്ചേക്കുന്നത്. മാട്രസ് ഒന്നുമില്ല, നല്ല കട്ടിയാണ്, ഇത് കിടക്കത്തൊന്നുമില്ല. ഞാൻ രാത്രി ഈ ദിവാങ്കോട്ടയിലാണ് കിടന്നത്, ഇത്രയും വിശാലമായ ബെഡുണ്ടായിട്ട്. പയ്യെ പയ്യെ മാട്രസൊക്കെ മേടിച്ചിടണം. ഇത് വേറെ ബാൽക്കണി. മുമ്പ് ആ ബാൽക്കണിയിൽ നിന്നാണ് ഞാൻ ആ വ്യൂ കാണിച്ചത്. ഇത് വേറെ ബാൽക്കണി. 2 ബാൽക്കണി ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞെന്ന് തോന്നുന്നു 3 ബാൽക്കണി ഉണ്ടെന്ന്, ക്ഷമിക്കുക. ഇത് അതുപോലത്തെ വേറൊരു കബേർഡ്. ഇതിലും ലൈറ്റൊക്കെ ഉണ്ട്, ഓണാക്കിയിട്ടില്ല പക്ഷെ ലൈറ്റ് ഉണ്ട്. ഇത് മൂന്നാമത്തെ ബാത്റൂം. എല്ലാ ബെഡ്റൂമിലും ഓരോ ബാത്റൂമുണ്ട്. ഡിസൈനൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയാം എങ്ങനെയുണ്ട് ഫ്ലാറ്റ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ദിവാങ്കോട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഇവിടെ താഴെ ഒരു ജിമ്മും ഒക്കെ ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ലോട്ടും ഒക്കെയാണ്. ഈ ബിൽഡിങ്ങിൽ പക്ഷേ താമസക്കാരൊക്കെ കുറവാണ്. ഇപ്പം എനിക്കൊരു കോള് വരുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.